നമ്മളെ വീടെടുത്തിട്ട് ഒരു വയസ്സാവാൻ പോകുന്നേ വീടിന്. അപ്പോഴത്തേക്കും തന്നെ ഒരു കൊല്ലമാകുമ്പോഴത്തേക്ക് തന്നെ നിറച്ചും പൂപ്പലും പിടിച്ച് പുറത്തെല്ലാം മഴയെല്ലാം പെയ്തതുകൊണ്ട് ഫുള്ള് പുല്ല് വളർന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വൃത്തിയാക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മടീൻ്റെ ആ ഒരു പീക്ക് ലെവൽ കാരണം ഞാൻ ഇന്നത്തെ പരിപാടി നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ ഇനി ദൈവം സഹായിച്ച് എനിക്ക് മടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും വൃത്തിയാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അത് ഞാൻ ചെയ്യും. പക്ഷേ നമുക്കൊരു സഹായത്തിനൊരു ബാക്ക് സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും അല്ലേ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ബാക്ക് സപ്പോർട്ട് നന്നായിട്ടുണ്ടാവും, പുഷ് ചെയ്യും, നമ്മളെല്ലാത്തിനും പുഷ് ചെയ്യും. പക്ഷേ ആ പുഷിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, കൈ സഹായം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നത് ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോർമൽ രീതിയിൽ തന്നെ നടക്കണം. ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം, മോളെ സ്കൂളിൽ വിടണം, ബുക്ക് എടുത്ത് വെക്കണം, ഇതൊക്കെ തന്നെ എല്ലാ ദിവസവും ഉള്ളതുപോലെ തന്നെ ഇന്നും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പേൻ വാരുന്ന കാര്യം. തല ഇരുന്നെന്ന് പറയുമ്പോൾ അവൾ ഓടുന്ന വഴി ഏത് വഴിയാണെന്ന് അവൾക്ക് മാത്രമേ അറിയുള്ളൂ. അത്രയും പാടാണ് അവളെ തലയിലെ പേൻ വാരിക്കളയാന്ന് പറയുന്ന ആ ഒരു വലിയ ജോലി. ഹോ